കുക്കറിലേക്ക് ഒരു 2 തക്കാളിയും ഒരു 2 ബീട്രൂട്ടും ഇതുപോലൊന്ന് ഇട്ട് നോക്കിയിട്ടുണ്ടോ? ശരിക്കും അടിപൊളിയാ. അപ്പൊ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കിയ 2 ബീട്രൂട്ട്, കഷ്ണങ്ങളാക്കിയ 2 തക്കാളി, 1 കപ്പ് പരിപ്പും 8 10 ചെറിയുള്ളി, 2 അല്ലി വെളുത്തുള്ളി, എരിവിന് ആവശ്യത്തിന് പച്ചമുളക്, കുറച്ച് കറിവേപ്പിലയും, 1 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും, ആവശ്യത്തിന് ഉപ്പും, 1 കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുത്ത് കുക്കർ അടച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 5 വിസിലിന് വേവിക്കാനായിട്ട് വെക്കാം. ആ സമയം കൊണ്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയതും, 1 പച്ചമുളകും, 1 ടീസ്പൂൺ ചെറിയ ജീരകവും, 1 കപ്പ് വെള്ളവും ഒഴിച്ച് നല്ല മഷി പോലെ അരച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ ബീട്രൂട്ടൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു തവി വെച്ച് ബീട്രൂട്ടൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്ത് അരച്ചു വെച്ച് തേങ്ങായും ചേർത്ത് മിക്സിയുടെ ജാറ് കഴുകി ഒരു 1/2 ഗ്ലാസ് വെള്ളവും ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് ഈ സമയം ഉപ്പ് നോക്കി ആവശ്യമെങ്കിൽ ഉപ്പും ചേർത്ത് കൊടുത്ത് കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുത്ത് ചെറു തീയിലിട്ടൊന്ന് തിളപ്പിച്ച് ചൂടായ എണ്ണയിലേക്ക് 1 ടീസ്പൂൺ കടുകും ചെറിയുള്ളിയും, ഒരു 3-4 വറ്റൽമുളകും, കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഇളക്കി മൂപ്പിച്ച് താളിച്ചൊഴിച്ചു കഴിഞ്ഞാൽ ബീട്രൂട്ട് കൊണ്ടുള്ള നല്ല അടിപൊളി ഒഴിച്ചുകറി റെഡി. ചോറ്, ചപ്പാത്തി, അപ്പം, ദോശ, ഇഡ്ഡലി, ഇതിനൊപ്പം എല്ലാം നമ്മുടെ ഈ കറി നല്ല സൂപ്പർ കോംബോ ആട്ടോ. അപ്പോൾ ബീട്രൂട്ട് ഇഷ്ടമില്ലാത്തവർ വേണം ഇതാദ്യം സേവ് ചെയ്ത് വെക്കാനായിട്ട്. അപ്പോൾ ഇതേപോലുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസിന് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.